കുഞ്ഞുനാള് മുതലേ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചു. അതുകൊണ്ട് ഈ വാർദ്ധക്യത്തിലും കർത്താവ് എൻ്റെ കൂടെയുണ്ട്. കർത്താവെ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിക്കാൻ ഇടയാക്കരുതേ. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, എന്റെ ദൈവമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്നും നീതികെട്ട ക്രൂരന്റെ പിടിയിൽ നിന്നും എന്നെ വിടുവിക്കണമേ. കർത്താവെ, അങ്ങാണ് എന്റെ പ്രത്യാശ. ചെറുപ്പം മുതൽ അങ്ങാണ് എന്റെ ആശ്രയം. ചെറുപ്പം മുതൽ യൗവനം മുതലൊക്കെ കർത്താവെ, അങ്ങാണ് എന്റെ ആശ്രയം. ജനനം മുതൽ ഞാൻ അങ്ങയിൽ ആശ്രയിച്ചു. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്. അതിനാൽ ഞാൻ എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു. നമ്മളിൽ പലർക്കും ഈ ദൈവത്തിലുള്ള ആശ്രയത്വവും പ്രാർത്ഥനാ ജീവിതത്തിലേക്കൊക്കെ നമ്മൾ പലപ്പോഴും വരുന്നത് വാർദ്ധക്യത്തിൽ എത്തുമ്പോഴാണ് പലരും പ്രാർത്ഥനയിലേക്ക് തിരിയുന്നത്. അതുകൊണ്ട് ഈ വാർദ്ധക്യത്തിൽ പ്രാർത്ഥനയിലേക്ക് തിരിയുന്ന ഒരു ദൈവ പൈതലിന് യൗവനത്തിലും അതേ കർത്താവിനെ അന്വേഷിക്കാൻ, അതേ കർത്താവിന്റെ സാന്നിധ്യം തന്റെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റണില്ല. ഒരു പ്രായത്തിന്റെ അങ്ങേറ്റത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകൾ നമ്മളെ അലട്ടാൻ തുടങ്ങുമ്പോൾ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറുന്ന കണ്ടിട്ടുണ്ട്. കുടുംബങ്ങളൊക്കെ എടുത്തു നോക്കിയോ, പ്രായമായവര് ഒത്തിരി പ്രാർത്ഥിക്കുന്ന നമ്മൾ കണ്ടു. തന്റെ മരണത്തെ കുറിച്ച് തന്റെ ആത്മാവിൽ ധ്യാനം ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറും. അതിപ്പോ വാർദ്ധക്യം എത്തണമെന്നൊന്നുമില്ല. യൗവനത്തിൽ തന്നെ തന്റെ ജീവിതത്തിന്റെ നൈമിഷികതയെ കുറിച്ച് ഒരു ദൈവ പൈതൽ ആത്മീയമായി വിചിന്തനം ചെയ്യാൻ തുടങ്ങുമ്പോ, തന്റെ മരണത്തെ കുറിച്ച് ഒരു ദൈവ പൈതൽ ധ്യാന വിഷയമാക്കുമ്പോ ആരും പറയണ്ട, തനിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറും. വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ജീവിതം ഒത്തിരി പ്രാർത്ഥനയുള്ള മനുഷ്യരായിട്ട് മാറുന്നതിന് കാരണം അവരുടെ ധ്യാനമൊക്കെ മരണത്തെ കുറിച്ചും ഈ ജീവിതത്തിനപ്പുറം എന്താണെന്നുള്ളതിനെ കുറിച്ചും അവരുടെ ശരീരത്തിന്റെ ചുളിവുകളും പ്രായത്തിൻ്റെതായ അസ്വസ്ഥതകളും മറ്റുള്ളവരുടെ എങ്ങനെ സപ്പോർട്ട് കൂടിയൊക്കെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ പഴയ ആരോഗ്യമോ പഴയ പ്രസരിപ്പോ പഴയ കരുത്തൊക്കെ ജീവിതത്തിൽ നിന്നും കൈമോശം വന്നുപോയി എന്നും ഇനി മുന്നോട്ട് ആരുടെയെങ്കിലും ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ചിന്തയുണ്ടല്ലോ, അതിനപ്പുറമായ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോഴാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറുക. ഇനി എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, എന്നെ ശ്രവിക്കുന്ന യുവാക്കളുണ്ടെങ്കിൽ നമുക്ക് ഈ മെഡിറ്റേഷൻ അല്പം കൂടി നേരത്തെ ആരംഭിക്കാൻ പറ്റിയാൽ നമ്മുടെ ജീവിതം അല്പം കൂടി സുന്ദരമുള്ളതായിട്ട് നേരത്തെ മാറും. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകത്തിലും സഭാപ്രസംഗന്റെ പുസ്തകത്തിലൊക്കെ വളരെ മനോഹരമായിട്ട് ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്തവന് വാർദ്ധക്യത്തിൽ എന്ത് നേടാൻ കഴിയുമെന്നാണ് പ്രഭാഷകന്റെ പുസ്തകം 25-ാം അധ്യായം 3-ാമത്തെ തിരുവചനം ചോദിക്കുന്നെങ്കിൽ, സഭാപ്രസംഗന്റെ പുസ്തകം അതിന്റെ 12-ാം അധ്യായം 1-ാമത്തെ തിരുവചനം, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക. അതേക്കുറിച്ച് നമ്മൾ ഭാരപ്പെടണം. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഈ ലോക ജീവിതത്തിൽ ഒന്നിലും ഒരു അമിത സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത ഒരവസ്ഥ ആത്മീയ വളർച്ചയുടെ ആരംഭ ഘട്ടമാണ്. മറ്റുള്ളവര് നമ്മളെ താങ്ങി നടത്തേണ്ട അവസ്ഥ, മറ്റുള്ളവർ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരേണ്ട അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള സമയം നമുക്ക് വരും. അപ്പോ ഇങ്ങനെയുള്ള ദുർദിനങ്ങളൊക്കെ ആഗമിക്കും മുമ്പ് നീ കർത്താവിനെ സ്മരിക്കാനാണ് വചനം പറയുന്നത്. നമ്മളെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കും നമ്മുടെ നാളെയെ കുറിച്ചാണ്. അത് ഒരു യുവാവാണെങ്കിലും ഒരു കുടുംബജീവൻ നയിക്കുന്നവരാണെങ്കിലും വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്നവരൊക്കെ നിരന്തരം നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ നാളെയെ കുറിച്ച്. അതുകൊണ്ടാണ് സഭാപ്രസംഗം പറയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ദുർദിനങ്ങളൊക്കെ ആഗമിക്കും മുമ്പ് നീ കർത്താവിനെ സ്മരിക്ക്, കർത്താവിൽ നിന്റെ ജീവിതം കൊടുക്കുക. ഇനിയാണ് പ്രഭാഷകന്റെ പുസ്തകം 25-3 വായിക്കുക, കൂട്ടി വായിക്കുക. യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്തവന് വാർദ്ധക്യത്തിൽ എന്ത് നേടാൻ കഴിയും? അല്ലെ, നമ്മള് പലതും നേടിയെടുക്കുന്ന കാലഘട്ടം ഏതാ? നമ്മുടെ യൗവന കാലഘട്ടമാണ്. നമ്മുടെ കഴിവിന്റെയും നമ്മുടെ ആരോഗ്യത്തിന്റെയും ഒക്കെ ബലത്തിൽ സഞ്ചരിക്കുന്നതൊക്കെ നമ്മുടെ യൗവന കാലഘട്ടത്തിലാണ്. നമുക്ക് ആരോഗ്യമുള്ള കാലഘട്ടത്തിലാണ്. യുവാവ് തന്റെ യൗവനത്തെ നശിപ്പിച്ചാൽ തന്റെ ഫ്യൂച്ചർ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പൊ യൗവനത്തിൽ ഒരു ആത്മീയ കരുത്ത്, ദൈവസ്നേഹത്തിന്റെ അനുഭവങ്ങള്,
ഒരു ആത്മീയ ജീവിതം, ഒരു പ്രാർത്ഥനാ ജീവിതം, ഒരു വിശുദ്ധ ജീവിതം കെട്ടിപ്പടുക്കുവാനും അധ്വാനിക്കാനും സ്വന്തമാക്കാനും പറ്റാത്ത ഒരു ജീവിതത്തിന് തന്റെ വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോ ഈ മേഖലകളിലൊക്കെ അസ്വസ്ഥതകളെ ഉണ്ടാകുള്ളൂ. കാരണം അധ്വാനിക്കേണ്ട സമയത്ത് അധ്വാനിച്ചില്ല, സ്വന്തമാക്കേണ്ട സമയത്ത് സ്വന്തമാക്കാൻ മറന്നു പോകുമ്പോ വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോ ഇതെല്ലാം തകിടം മറിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും.